ഓരോ ദിവസവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എത്തുന്ന ആളുകളെ വിസ്മയിപ്പിക്കുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ട്. മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അറബ് എന്ന് പറയുന്ന ഭാഷ അത് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അറബ് സംസ്കാരമൊക്കെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ സാധാരണ ഈ ബുക്ക് ഫെയറിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ മലയാളികൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ഹാൾ നമ്പർ 7-ലാണെങ്കിൽ ഹാൾ നമ്പർ 4-ൽ ഈ ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ ഒരു സ്റ്റോൾ ഉണ്ട്. ഈ സ്റ്റോളിൽ എത്തുന്ന ആരെയും അമ്പരപ്പിക്കും. കാരണം എന്താണെന്നറിയോ, 1930കളും 60കളിലും ഒക്കെയുള്ള പത്രക്കട്ടിങ്ങുകൾ, അതുപോലെ തന്നെ ഒട്ടനവധി നിധിശേഖരം പോലെ കാത്തുസൂക്ഷിച്ചിരിക്കുന്ന അറബ് ഗ്രന്ഥങ്ങളുടെ അപൂർവങ്ങളിൽ അപൂർവമായ ശേഖരമാണ് നമ്മളിവിടെ കാണുന്നത്. മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയിലുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഭാഷയിലൊക്കെ പല വിവരങ്ങൾ വന്നിരിക്കുന്ന അപൂർവമായ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത്. പഴയ പുസ്തകങ്ങൾ, പത്രങ്ങൾ, അതുപോലെ കോമിക്സ്, വിനൈൽ റെക്കോർഡുകൾ എന്നിവയെല്ലാം ബ്രൗസ് ചെയ്യാനും വാങ്ങിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഇവിടെ ഏറ്റവും പ്രധാനമായി പറയുന്നത് മാജിദിന്റെ ചിത്രകഥകൾ മുതൽ ടൈം മാഗസിന്റെ ലക്കങ്ങൾ വരെ അറബ് ലോകത്തെ സുപ്രധാന സംഭവ വികാസങ്ങൾ അരങ്ങേറിയ ദിവസങ്ങളിലെ പത്രക്കട്ടിങ്ങൾ. നമുക്കറിയാം ഈ രാജ്യം എത്ര വേഗത്തിലാണ് വളർന്നു വന്നതെന്ന് നോക്കാം. ആ പഴയകാലത്തെ വികസനങ്ങൾ അതെല്ലാം ഇവിടെ കൃത്യമായി നമുക്ക് ഈ ഒരു ആ കാലത്തെ പത്രക്കട്ടിങ്ങൾ ഇതൊക്കെയാണ് അമ്പരപ്പിക്കുന്നത്. എന്തായാലും യു എ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു കാഴ്ച കൂടി കാണാതെ പോകരുത് എന്നുള്ളതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനെത്തുന്ന ഓരോ സന്ദർശകരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അപൂർവമാണ് എന്ന് പറയാൻ കാരണം ഇത് ഇങ്ങനെ ഈ നിധിശേഖരം പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോൾ കാണാതെ പോകരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഹാൾ നമ്പർ 4-ലാണ് ഈ ഒരു ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ ഈ ഒരു അപൂർവ നിധിശേഖരമുള്ള ഈ ഒരു സ്റ്റാൾ ഉള്ളത്.